സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായം വായിച്ചു വരുമ്പോൾ സ്തോത്രം ഏലിയാവിനോട് ആമേൻ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. നീ എണീറ്റ് സാറാഫത്തിലെ വിധവയുടെ വീട്ടിൽ ചെല്ല്. നീ എണീറ്റ്. അപ്പോൾ സ്തോത്രം, ആ സാറാഫത്തിലെ വിധവ എന്ന് പറയുമ്പോൾ അവരുടെ വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നല്ല പ്രാർത്ഥനാകാരിയാണ്. കാരണം ഏലിയാവിനോട് പറയുന്നൊരു പദം ഇങ്ങനെയാണ്: ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ എന്ന് ഏലിയാവ് പറയുമ്പോൾ, രണ്ടാമത് ഇവർ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ സ്തോത്രം ഏലിയാവ് പറയുന്നുണ്ട്, ഒരു കഷ്ണം അപ്പവും കൂടി ഒരു അടയും കൂടി എടുത്തിട്ടു. അവർ പറഞ്ഞൊരു പദം, നിൻ്റെ ദൈവമായ യഹോവയാണ് സത്യം. ഞാൻ ചോദിക്കട്ടെ, ഈ വെളിപ്പാട് അവർക്ക് എങ്ങനെ കിട്ടി? ഒരു ദൈവ പുരുഷനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നെന്നുള്ളൊരു വെളിപ്പാട് എങ്ങനെ അവർക്ക് കിട്ടി? കർത്താവ് വ്യക്തമായി പറയുന്നു, സറഫത്തിലെ വിധവ ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവവുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള വെളിപ്പാട് ഇപ്പോൾ എവിടെ പോയി? ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടല്ലാതെ നിങ്ങൾ അവിടെ എണീറ്റിട്ടില്ല. സ്തോത്രം. ദൈവവുമായിട്ട് ആദ്യമായി ആമേൻ സ്തോത്രം അറിഞ്ഞ നാൾ മുതൽ സ്തോത്രം മുമ്പിലോട്ട് പോകുന്ന സമയം വരെയും ദൈവവുമായിട്ട് നിങ്ങളെ ഈ വലിയ ബന്ധം ആമേൻ സ്തോത്രം എങ്ങനെ ഈ 2024 മുറിഞ്ഞുപോയി, 2023 മുറിഞ്ഞുപോയി, 2022 ഇത് മാറിപ്പോയി. ഇനി ഏലിയാവിന് സ്തോത്രം ഭയങ്കര വെളിപ്പാടാണ്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. ഈ ഏലിയാവ് സ്തോത്രം ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ തന്നെ ആത്മാവിൻ്റെ പകർച്ചയുടെ അനുഭവം ഉണ്ടായി. ശ്രദ്ധിക്കേ, പ്രാർത്ഥനയിൽ നന്നായി ആത്മാവിൽ ധ്യാനിച്ച് ആരാധിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നമ്മൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായി ചൂടുണ്ടാവും. അവരോട് അരുളപ്പാട് സംസാരിക്കാൻ, വെളിപ്പാടുകൾ അവരെക്കുറിച്ച് സംസാരിക്കാൻ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. സ്തോത്രം. അത് എല്ലാവരിലും കാണത്തില്ല, എല്ലാവരിലും അത് വരത്തുമില്ല. ദൈവവുമായി ദൈവശബ്ദം ഡെയിലി കേട്ട് ദൈവം വചനം ധ്യാനിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്കേ അങ്ങനത്തെ ഇത് കിട്ടും. കാരണം കർത്താവ് ഏലിയാവിനോട് പറയുന്നു, നീ സാറാഫത്തിലേക്ക് ചെല്ലാൻ. കണ്ട, യഹോവായ ദൈവം ഏലിയാവിനോട് സംസാരിച്ചു, സാറാഫത്തിലേക്ക്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു വിധവയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, വിധവയുടെ പൊക്കവും വണ്ണവും അവരുടെ വീട് അഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. ആ വീട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബസ് അവരെക്കുറിച്ച് ആഴത്തിലൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. നീ സാറാഫത്തിലേക്ക് ചെല്ല്. ഇനി ആ സാറാഫത്തിലെ സ്തോത്രം വിധവയുടെ വെളിപ്പാട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏലിയാവ് എന്ന് പറയുന്നു, എനിക്കിച്ചിരി വെള്ളം വേണം. വെള്ളം എടുക്കാനായിട്ട് അവർ തിരിയുമ്പോൾ, നീ പോകുമ്പോൾ ഒരു അടയും കൂടി എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നു. അവരവിടെ നിന്നിട്ട് പറയണു, നിൻ്റെ ദൈവമായ യഹോവയാണ് സത്യം. അപ്പോൾ അവരുടെ വെളിപ്പാട് നോക്ക്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലായി, നീ യഹോവ ഭക്തനാണെന്ന് മനസ്സിലായി. സ്തോത്രം. പണ്ടുള്ളവർ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, നീ അന്ന് എന്നോട് വചനം സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായി മാറ്റി. ഇന്ന് അതേ ആൾക്കാരെ ഭവനങ്ങളിൽ ചെല്ലാനോ അവരോടൊപ്പം കൂട്ടായ്മയിൽ ഇരിക്കാനോ നിന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ? കാരണം വളരെ തന്ത്രപരമായി സാത്താൻ ആ ആത്മീയ കണ്ണിനെ കുരുടാക്കി. നിങ്ങൾ താഴോട്ട് വായിച്ച് നോക്കുക. ഒരു പിടി മാവേ ഞങ്ങൾക്കുള്ളൂ, അത് ഞാനും എൻ്റെ മകനും അത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. കണ്ട, ഇത്രയും വെളിപ്പാടുള്ള ഒരു വിധവ ഒരു സെക്കൻഡ് കൊണ്ട് ആണ് സാത്താൻ അവളെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ എത്തിച്ചത്. എങ്ങനെ? ഞങ്ങൾ മരിക്കാനിരിക്കുന്നെന്ന് ഇല്ല. അവളുടെ വെളിപ്പാട് വലുതാണ്, അവളുടെ പ്രാർത്ഥന വലുതാണ്. അവളുടെ പ്രാർത്ഥനയും അവളുടെ വിശ്വാസവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയത് കൊണ്ടാണ് അവളൊരു പ്രവാചകനായ ഏലിയാവിനെ അവളെ ഭവനത്തിൽ പറഞ്ഞയച്ചത്. അവിടെ ഒത്തിരി വിധവമാരുണ്ടല്ലോ, അവരുടെ ആരുടെയും വീട്ടിലും പറഞ്ഞയച്ചില്ലല്ലോ. ഒത്തിരി പ്രാർത്ഥനക്കാരുണ്ടല്ലോ, ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആരുടെയും ഭവനങ്ങളിലേക്ക് സ്തോത്രം ഏലിയാവിനെ അയച്ചില്ല. എന്ത് കാരണം? ഹൃദയം ദൃഷ്ടി പ്രകാശിച്ച് അവൾ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവൾക്ക് സാത്താനിട്ട തന്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സ്തോത്രം. പക്ഷെ തിരുവചനം പറയുന്നു, കർത്താവ് അവളെ കൈവിട്ടില്ല. എന്നെ ഇതിൽ കൂടി കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ആദ്യ പ്രാർത്ഥനയെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങുക. നിന്റെ ആത്മീയ കണ്ണുകളെ ആമേൻ കുരുടാക്കിയിരിക്കുന്ന സാത്താനെ ജയിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിച്ചു നോക്കുക ആ വിധവയുടെ വെളിപ്പാട്. സ്തോത്രം.
വീണ്ടും ആ ദൈവദാസനായ ഏലിയാവ് പറയണം, നീ ചെന്ന് ഒരടയുണ്ടാക്കുക, നീ ഉണ്ടാക്ക്. സാത്താനെ, നീ പ്ലാനൊക്കെ ഒരുക്കിക്കോ, പക്ഷേ അവൾ മരിക്കത്തില്ല. അവളെ കൊല്ലുവാനോ അവളെ ആക്സിഡൻറ്റ് വരുത്താനോ നിന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടിട്ടാ ഏലിയാവിനെ അവളുടെ ഭവനത്തിൽ അയച്ചേ. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയേണ്ടത്, നിൻ്റെ പ്രാർത്ഥന നിർത്തിക്കളയരുത്, നിൻ്റെ ആത്മാവിൻ്റെ യുദ്ധം നിർത്തിക്കളയരുത്. അത് സ്തോത്രം, ആമേൻ. സഹോദരന്മാരായിരുന്നാലും സഹോദരിമാരായിരുന്നാലും പാസ്റ്റേഴ്സ് ആണെങ്കിലും പറയുന്നത് വളരെ ശ്രദ്ധ വെച്ച് കേൾക്കുക. അവളുടെ വെളിപ്പാടിനെ സാത്താൻ തന്ത്രപരമായി പൂട്ടിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ശത്രുക്കളുടെ മുമ്പേ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്, നീ മറക്കരുത്. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയെ മടിപ്പിടിക്കുന്ന, നിന്റെ ആരാധനയിൽ മടിപ്പിടുന്ന, ഞായറാഴ്ചകളിൽ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ നിന്റെ മനസ്സിനെ മടിപ്പിടുന്ന, ശരീരങ്ങളെ ബലഹീനീകരണ കെട്ടുകളെ നിന്നെക്കൊണ്ട് ദൈവം അഴിപ്പിക്കും, നിന്നെക്കൊണ്ട് ദൈവം അഴിപ്പിക്കും, നിന്നെക്കൊണ്ട് ദൈവം അഴിപ്പിക്കും. നീ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും, തമ്പുരാനെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു പുതിയ ഹൃദയം തരണമേ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നീ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക. നിനക്ക് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം എൻ്റെ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കും. സ്തോത്രം. കാരണം ആ വിധവയുടെ വെളിപ്പാട് വലുതാണ്. ആ വെളിപ്പാട് വലുതാണെന്ന് പറയാൻ കാരണം ഏലിയാവിനെ ആ ദേശത്ത് ദൈവം അയച്ചു. ഹല്ലേലൂയ. ആ ദേശം ഇസബേലിൻ്റെ കോട്ടേഴ്സ് എന്നാണ് എല്ലാ സ്തോത്ര പ്രാസംഗന്മാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. സ്തോത്രം. വലിയ കോട്ടേഴ്സാണ് അങ്ങനെ. ആരാ? ഇസബേലിൻ്റെ. ഒന്ന് ചിന്തിച്ച് നോക്ക്. അതിനകത്ത അവരുടെ ആത്മീയമായിട്ടുള്ള വെളിപ്പാടിനെ സാത്താൻ വളരെ തന്ത്രപരമായിട്ട് ഒതുക്കിയിട്ട് മക്കളെയും കൊല്ലാൻ, സ്വയം ആത്മഹത്യ ചെയ്യാൻ. എത്രയോ പ്രാർത്ഥന ആൻറ്റിമാർ ഹൃദയം നൊന്ത്, ഓ മതി, എനിക്കിനി വയ്യ. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ വീണ്ടും വചനം വായിക്കണം, നിങ്ങൾ വീണ്ടും പ്രാർത്ഥനയ്ക്കകത്തിരിക്കണം, നിങ്ങൾ വീണ്ടും ആത്മാവിൽ കത്തണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറിയ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. എന്തുകൊണ്ടത്? താൻ നാണം കെട്ടു, താൻ വല്ലാതെയായി. ആരാ? യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്ന മറിയം. ജോസഫിന് വിവാഹം കഴിച്ച വിവാഹം നിശ്ചയിക്കാൻ വെച്ചിരിക്കുന്ന വ്യക്തി അതിനു മുമ്പ് ഗർഭിണിയായി. പക്ഷേ തിരുവചനം പറയുന്നു, അവൾ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. ഹലോ, എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ഏതോ പ്രാർത്ഥിക്കുന്ന ആൻറ്റിമാരുണ്ടോ, ഏതോ പ്രാർത്ഥിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, അവർ കുരുങ്ങിയിരിക്കുക. നീ കുരുങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചേ, ഉയരാനാ ദൈവം നിന്നെ വിളിച്ചേ. ഹല്ലേലൂയ. നീ ഉയർന്ന് തന്നെ നീ ഇരിക്കും, താഴ്ന്നു പോകത്തില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേ, ആ ചുള്ളി പറക്കിക്കൊണ്ട് ഇരിക്കുന്ന വിധവ സംസാരിച്ചത് കേട്ട, നിന്റെ ദൈവമായ യഹോവയാണ് സത്യം. ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടിയവർക്ക്? അവരുടെ ചിന്തയും ഹൃദയവും മുഴുവനും മരണത്തില്ലാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു അഭിഷിക്തനെ കണ്ടപ്പോൾ, ദൈവം അയച്ച ഒരു അഭിഷിക്തനെ കണ്ടപ്പോൾ അവരുടെ അകത്ത് മറഞ്ഞിരുന്ന വെളിപ്പാട് പുറത്തു വന്നെങ്കിൽ, നീ കരഞ്ഞും ദുഃഖിച്ചും കുരുങ്ങിയും പ്രശ്നത്തിൻ്റെ നടുവിലും വഴക്കിൻ്റെ നടുവിലും ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ അത് പൊളിച്ച് പുറത്തു വാ. കർത്താവിൻ്റെ വചനം പറയുന്നു, ആമേൻ, മഴ പെയ്യുന്നത് വരെയും ആ ഭവനത്തിൽ ഒരു മരണവും ആരും കണ്ടിട്ടില്ല. അവിടുത്തെ ദേശാദി സ്പിരിറ്റ് പോലും ഞെട്ടിപ്പോയി. ഇതെങ്ങനെ? ഇവളുടെ പ്രാർത്ഥന ഞാൻ സ്റ്റോപ്പ് ചെയ്തതല്ലേ, പിന്നെ ഇവളെങ്ങനെ തിരിച്ചു വന്നു? അതാ എന്നിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, തളർന്നിരിക്കാനല്ല, എണീറ്റു പണിയെ. നിന്നാൽ ഞാൻ പടക്കുട്ടത്തിന് നേരെ ചാടിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായം വളരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇരുന്ന് വായിക്ക്. വെളിപ്പാടുള്ള വിധവ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ വെളിപ്പാടുള്ള വ്യക്തിയാണോ നീ? നിൻ്റെ ആഴത്തിൽ വെളിപ്പാട് പോകത്തില്ല. ഏത് കഷ്ടതയും ഏത് പട്ടിണിയും വന്നാലും ശരിയാണ്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. വചനം ധ്യാനിക്ക്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.